Good morning, dear students. How are you all? How's your days? Yesterday we have started a new chapter and I gave an introduction of this essay, that is Clothing Matters, Visiting the Melmundu Samaram in Kerala, written by Sheba KM. And I think that you have already got a good idea about Chanar Lahala or Melmundu Samaram. Clothing really matters. Yes, let's see how it matters. So, what is the primary function of a garment or a dress? It is to cover shame and protect from harsh weather. These are the primary functions of clothing. Beyond that primary function, this clothing signifies social location as well. ക്ലോതിങ്ങിൻ്റെ പ്രൈമറി ഫങ്ഷൻ എന്താണ്? നാണം മറയ്ക്കാനും കഠിനമായ കാലാവസ്ഥയിൽ നിന്ന് സംരക്ഷണം ലഭിക്കാനുമാണ്. അതിലുപരി അതെന്താണ് സൂചിപ്പിക്കുന്നത്? നമ്മളുടെ സാമൂഹിക ഇടങ്ങളാണ്. What people wear gets determined as a matter of social sanction and acceptance. Social sanction means social reaction of approval or disapproval in response to someone's actions. ഒരാൾ ചെയ്യുന്ന ആക്ഷൻസ് അതിനെ അപ്രൂവ് ചെയ്യണോ ഡിസപ്രൂവ് ചെയ്യാനുള്ള ഒരു സാമൂഹിക റിയാക്ഷനാണ് ഈ സോഷ്യൽ സാങ്ഷൻ എന്ന് പറയുന്നത്. അതുപോലെ ആക്സെപ്റ്റൻസ്, സ്വീകാര്യത. ഒരാളെ സ്വീകരിക്കണോ വേണ്ടയോ, സമൂഹത്തിൽ അവർക്ക് എന്താണ് ഒരു സ്ഥാനം കൊടുക്കേണ്ടത് എന്ന് തീരുമാനിക്കുന്നത് അവർ ഏത് ഡ്രസ്സ് ധരിക്കുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും. കേരളാസ് social history is marked by several instances, means examples that enlighten this aspect of our past. ഈ ഒരു നിരീക്ഷണം, നമ്മളെ പാസ്റ്റിലുള്ള ഈ ഒരു നിരീക്ഷണം നമ്മളെ കേരള ചരിത്രത്തിൽ, കേരള സാമൂഹിക ചരിത്രത്തിൽ ഒരുപാട് സ്ഥലങ്ങളിൽ ഇത് കാണാൻ സാധിക്കുന്നു. എന്താണത്? ആസ്പെക്റ്റ് എന്താണ്? എന്താണോ ജനങ്ങൾ ധരിക്കുന്നത് അതിലൂടെയാണ് അവർക്ക് സാമൂഹിക സ്വീകാര്യത നൽകുന്നത് എന്നുള്ള ഒരു ആസ്പെക്റ്റ് നമ്മളെ കേരള സാമൂഹിക ചരിത്രത്തിൽ ഒരുപാടിടങ്ങളിൽ ഇത് കാണാൻ സാധിക്കും. While the lower garment mundu was worn by all, the manner in which it was draped differed across religious communities and castes. ഈ ലോവർ ഗാർമെൻ്റായ മുണ്ട് എല്ലാ ജാതിയിലും എല്ലാ സമുദായത്തിൽപ്പെട്ട ആൾക്കാരും ധരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഓരോരോ സമുദായത്തിലും ആ ഒരു ധരിക്കുന്ന രീതി അല്ലെങ്കിൽ ആ ഒരു സ്റ്റൈല് മാറ്റമുണ്ടായിരുന്നു. സോ ദ ലോവർ ഗാർമെൻറ്റ് ഈസ് സെയിം, എല്ലാവർക്കും ഒരുപോലെ ധരിക്കാം. പക്ഷേ അപ്പർ ഗാർമെൻറ്റിലെ കാര്യത്തിൽ ഒരുപാട് മാറ്റങ്ങളുണ്ട്. സ്ത്രീകൾ തമ്മിലായാലും പുരുഷന്മാരുടെ തമ്മിലായാലും ഡിഫറൻസസ് ഉണ്ട്. അതുപോലെ തന്നെ ജാതിയിലും ഡിഫറൻസസ് ആണ്. ക്രിസ്ത്യൻ ആൻഡ് മുസ്ലിം വിമൻ വേർ ദ കുപ്പായമാർ റൗക്ക. അന്നത്തെ കാലത്ത് ക്രിസ്ത്യൻ സ്ത്രീകളും മുസ്ലിം സ്ത്രീകളും എന്തായിരുന്നു ധരിച്ചിരുന്നത്? കുപ്പായമോ അല്ലെങ്കിൽ റൗക്ക. അതുപോലെ തന്നെ ഇന്നത്തെ ഒരു ഹിന്ദു വിഭാഗത്തിൽ, ഹിന്ദു കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആൾക്കാർ അവരെന്താണ്? ദേ മസ്റ്റ് ബി ബെയർ ബ്രസ്റ്റഡ് ബിഫോർ മെൻ ഓഫ് എ ഹയർ കാസ്റ്റ്. പുരുഷന്മാരുടെ മുന്നിൽ അവരെന്താണ്? ഒന്നും ധരിക്കാൻ പാടില്ല, മേൽവസ്ത്രങ്ങൾ ധരിക്കാൻ പാടില്ല. Since clothing signified the caste status of the person and made it recognizable at sight, any change in this regard seems to have had a serious bearing on power relations in society. ഓരോരോ സമുദായത്തിൽ എങ്ങനെയാണ് ഡ്രസ്സ് ചെയ്യുന്നത്, ആ ഒരു ഡ്രസ്സിങ് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അവർ ഇന്ന സമുദായത്തിൽപ്പെട്ട ആൾക്കാരാണ്, ഇന്ന ജാതിയിൽപ്പെട്ട ആൾക്കാരാണെന്ന് നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും. സോ ഇവിടെ ക്ലോതിങ് എന്ന് പറയുന്നത് അവരുടെ കാസ്റ്റ് സ്റ്റാറ്റസ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, കാണുമ്പം തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. സോ ഈ ഒരു ക്ലോതിങ്ങിൽ മാറ്റം വന്നാൽ എന്താണ് സംഭവിക്കുന്നത്? ദർ ഹാഡ് എ സീരിയസ് ബെയറിങ് ഓൺ പവർ റിലേഷൻസ് ഇൻ സൊസൈറ്റി. പവർ റിലേഷൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഓരോ സമൂഹത്തിൽ പല ഗ്രൂപ്പ്സിൽ തമ്മിലുള്ള ഇടപാടാണ്. അവിടെ
ഇവിടെ ആരാണ് പവർഫുൾ? ഹയർ കാസ്റ്റ് നായരും നമ്പൂതിരിയാണ് പവർഫുൾ അല്ലേ? അവരുടെ ആ സ്ഥാനം നഷ്ടപ്പെട്ടു പോവും എന്നുള്ളൊരു പേടിയിൽ അവരെന്താണ് ഈ ഒരു മേൽമുണ്ട് ധരിക്കാനുള്ള അനുവാദം ഒരുപാട് കാലത്തേക്ക് അനുവദിച്ചിട്ടുണ്ടായിരുന്നില്ല. ഐ ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ് ദ ഫസ്റ്റ് പാരഗ്രാഫ്. ഓക്കെ, ക്ലോത്തിങ്ങിൽ മാറ്റം വരുമ്പോൾ ഈ ഒരു നായർ നമ്പൂതിരി അവരുടെ പവർ അവരെ കയ്യിൽ നിന്ന് നഷ്ടപ്പെടുമോ എന്നുള്ള പേടി അവർക്ക് കൂടുതലുണ്ടായിരുന്നു. അതാണ് ക്ലോത്തിങ് മാറ്റേഴ്സ്. ക്ലോത്തിങ് ഒരുപാട് വിഷയങ്ങളിൽ അന്ന് ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഈ ക്ലോത്തിങ്ങിലൂടെയാണ് അന്നത്തെ ഒരാൾക്കാർക്ക് സ്റ്റാറ്റസ് കൊടുക്കുന്നത് സമുദായത്തിൽ അല്ലെങ്കിൽ സമൂഹത്തിൽ. ദ മേൽമുണ്ട് സമരം, അതർവൈസ് ടേംഡ് ആസ് ചനാർ ലഹള, മുലമറപ്പ് വഴക്ക് or ശീലവഴക്ക്, was a struggle in Thiruvidankur in the first half of the 19th century over the right to clothe in a manner deemed fit by the Chanas. സോ ഈ മേൽമുണ്ട് സമരത്തിൻ്റെ മറ്റു പേരുകളാണ് ചാനാർ ലഹള, ശീലവഴക്ക് എന്നൊക്കെ പറഞ്ഞത്. അതെവിടെയാണ് ഈ സ്ട്രഗിൾ സ്റ്റാർട്ട് ചെയ്തത്? തിരുവിതാംകൂർ. ഇറ്റ് ഈസ് സ്റ്റാർട്ടഡ് ഇൻ ദ ഫസ്റ്റ് ഹാഫ് ഓഫ് ദി 19th century. എന്തിനു വേണ്ടിയിട്ടായിരുന്നു? റൈറ്റ് ടു ക്ലോത്ത് ഇൻ എ മാനർ ഡീംഡ് മീൻസ് കൺസിഡേർഡ് ഫിറ്റ് ബൈ ദ ചാനാസ്. ചാനാസ് ആഗ്രഹിക്കുന്ന രീതിയിൽ വസ്ത്രം ധരിക്കാനുള്ള അവകാശത്തിന് വേണ്ടിയിട്ടുള്ള പോരാട്ടമായിരുന്നു മേൽമുണ്ട് സമരം. ആരാണ് ഈ ചാനാസ്? ചാനാസ് എന്ന് പറയുന്നത് കാസ്റ്റായിരുന്നു. എവിടെ താമസിക്കുന്ന? തിരുനെൽവേലി ഡിസ്ട്രിക്റ്റ് ഓഫ് തമിഴ്നാടു ആൻഡ് ഇൻ കന്യാകുമാരി ഓഫ് ഏസ്റ്റ്വൈൽ മീൻസ് പണ്ടത്തെ തിരുവിതാംകൂർ എന്ന സ്ഥലത്ത് താമസിച്ചിരുന്ന ഒരു കാസ്റ്റ് വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരാണ് ചാനാസ്. ദേ വർ മോസ്റ്റ്ലി ടോഡി ടേപ്പേഴ്സ് ഓർ സെല്ലേഴ്സ് ഓഫ് പാം ജാഗരി ആൻഡ് were included among the untouchables. ആ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരുടെ തൊഴിലാണ് ടോഡി ടാപ്പേഴ്സ്, കള്ള് ചെത്തുന്ന ആൾക്കാരും. they were the sellers of palm jaggery. palm jaggery means പനം ശർക്കര. സോ ചാനാർ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർ എന്തായിരുന്നു അവരുടെ തൊഴിൽ? they were toddy tappers or sellers of palm jaggery and they were included among the untouchables. തൊട്ടുകൂടാൻ പറ്റാത്ത ആ ഒരു വിഭാഗത്തിൽ അവരെയും ഉൾപ്പെടുത്തി. In southern Travancore, they worked largely in the lands of Nayar land owners and experienced severe caste oppression, which made them vulnerable to conversion by the Christian missionaries. സദേൺ ട്രാവൻകൂറിലെ ചാനാർ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർ കൂടുതലും നായർ ലാൻഡ് ഓണേഴ്സിൻ്റെ കീഴിലായിരുന്നു വർക്ക് ചെയ്തിരുന്നത്. അതുകൊണ്ട് തന്നെ അവരെന്താണ് ഒരുപാട് പീഡനങ്ങൾ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നു അവരുടെ കീഴിൽ ജോലി ചെയ്യുമ്പോൾ. സോ അവരെന്താണ് ക്രിസ്ത്യൻ മിഷണറീസ് ക്രിസ്ത്യാനിറ്റി സ്പ്രെഡ് ചെയ്യുമ്പോൾ ക്രിസ്ത്യൻ മതത്തിലേക്ക് മതമാറ്റത്തിന് വേണ്ടി അവർ പെട്ടെന്ന് തന്നെ വഴങ്ങുകയുണ്ടായി. ഇത്രയും ഒപ്രഷൻ സഹിക്കുമ്പോൾ, ഇത്രയും പീഡനങ്ങൾ സഹിക്കുമ്പോൾ അവർക്ക് ഇതിൽ നിന്ന് രക്ഷ നേടാൻ ഈ ക്രിസ്ത്യൻ മിഷണറീസ് ഒരു കൺവേർഷൻ കൊണ്ടുവന്നേരം അതിൽ മാറാൻ അല്ലെങ്കിൽ ക്രിസ്ത്യൻ മതത്തിലേക്ക് പരിവർത്തനത്തിന് അവർ പെട്ടെന്ന് തന്നെ വഴങ്ങി. ഇനി ക്രിസ്ത്യൻ മിഷണറീസ് എന്തൊക്കെയായിരുന്നു അവർക്ക് റിഫോം എന്തൊക്കെ പരിവർത്തനങ്ങളാണ് അവർക്ക് കൊണ്ടുവന്നത്? ദ ലണ്ടൻ മിഷണറി സൊസൈറ്റി ഒരു മിഷണറീൻ്റെ പേരാണ്. ഇനീഷ്യേറ്റഡ് റിഫോംസ് ഇൻ എഡ്യൂക്കേഷൻ ആൻഡ് വർക്ക് ട്രെയിനിങ് ഫോർ ദി കൺവേർട്ടഡ്. ഈ മതം മാറിയ ആൾക്കാർക്ക് വേണ്ടി വിദ്യാഭ്യാസം കൊടുത്തു. അതുപോലെ തന്നെ ജോലിക്ക് വേണ്ടിയിട്ടുള്ള എംപ്ലോയ്മെൻറ്റ് ട്രെയിനിങ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇൻ ദീസ് കോണ്ടെക്സ്റ്റ് ഓഫ് കൺവേർഷൻ ആൻഡ് റിഫോം, ഈ ഒരു സാഹചര്യത്തിൽ മതപരിവർത്തനവും പിന്നെ നവീകരണവും ഇങ്ങനെയുള്ളൊരു കോണ്ടെക്സ്റ്റിൽ ദേ ഫെൽറ്റ് ദാറ്റ് ദ അറ്റയർ ഓഫ് ദ ചാനാർ വുമൻ വാസ് നോട്ട് റെസ്പെക്റ്റബിൾ ആൻഡ് ലേബിൾ ഇറ്റ് ആസ് അൺസ്യൂട്ടബിൾ ഫോർ എഡ്യൂക്കേറ്റഡ് ക്രിസ്ത്യൻ ലേഡീസ്. സോ ഈ ഒരു സാഹചര്യത്തിൽ അവർക്ക് തോന്നിയത് ചാനാർ സ്ത്രീകൾ ധരിക്കുന്ന ആ ഒരു വസ്ത്രം ഒരു മാന്യമല്ലാത്ത വസ്ത്രമാണ്. അതുപോലെ തന്നെ വിദ്യാഭ്യാസം നേടിയ ക്രിസ്ത്യൻ സ്ത്രീകൾക്ക് പറ്റിയ വസ്ത്രധാരണയല്ല എന്ന് അതിനെ മുദ്ര വെച്ചു. സോ ക്രിസ്ത്യൻ മിഷണറീസ് ഫെൽറ്റ് ദാറ്റ് ദ ഡ്രസ് worn by Chanar Christian converts were not suitable
എന്താണ് ക്രിസ്ത്യൻ മതപരിവർത്തനം നേടിയ സ്ത്രീകളുടെ വസ്ത്രധാരണ തീരെ ശരിയല്ല, അത് സ്യൂട്ടബിൾ അല്ല, അവർക്ക് അനുയോജ്യമല്ല എന്നവർക്ക് തോന്നുകയാണ്. അതുകൊണ്ട് തന്നെ അവർ ഒരുപാട് നിയമങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അവർക്ക് വേണ്ടി. അത് എന്തൊക്കെയാണെന്ന് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമുക്ക് കാണാം. ഇതുവരെ ഉള്ള എന്താണ് ക്ലോതിങ്, എങ്ങനെയാണ് അത് വളരെ ക്ലോതിങ് എങ്ങനെയാണ് നമ്മളെ കേരള സമൂഹത്തിൽ അത്രയും ഇമ്പോർട്ടൻ്റായി മാറിയത്, അത്രയും സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമായി മാറിയത്, ആരാണ് ഈ ചാനാർ ലഹല തുടങ്ങി വെച്ചത്, ആരാണ് ചാനാർ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർ, ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കാം. ഓക്കെ, ഹാവ് എ നൈസ് ഡേ, ടേക്ക് കെയർ ഓഫ് യുവർ സെൽഫ്സ്, stay home, stay safe. Thank you. Bye bye.